ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് പേരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് താങ്ക്സ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അടിപൊളി ഒരു സ്റ്റോറിയാണ്. ഒരു ഫാമിലീനെയാണ് കാണിക്കുന്നത്. രഘു, അവൻ്റെ ഭാര്യ, അനിയൻ ശരത്ത്, അമ്മ. അപ്പോൾ രഘുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയായി. അപ്പോൾ അനിയനുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ചോദിക്കും, മോനെ നിൻ്റെ മുഖത്ത് എന്തൊരു ക്ഷീണം? ഇത് അനിയനാണേ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇതാ നല്ല പനിയുണ്ടല്ലോ, നിൻ്റെ മുഖമൊക്കെ മൊത്തം വാടി, നീ മെലിഞ്ഞിരിക്കുന്നു. ശരിയാണല്ലോ അമ്മേ, ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ കുറച്ച് പൈസ തരാം, നീ ഡോക്ടറെ പോയി കാണിക്ക്. നിനക്ക് സുഖമില്ലാതായ അമ്മേനെയും ചേച്ചിനെയും പിന്നെ ആരാ നോക്കുന്നത്? പിന്നെ കാണിക്കുന്നത് ശരത്താണെങ്കിൽ ചേട്ടൻ്റെ റൂമിൻ്റെ ചുമരിൻ്റെ പുറകിൽ നിൽക്കുകയാണ്. എനിക്കിന്ന് എല്ലാം കണ്ട് നല്ലപോലെ ആസ്വദിക്കണം, അതിനുള്ള വഴി എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ ആ ചുമരിന് ചെറിയൊരു ഹോളിടും. പിന്നെ കാണിക്കുന്നത് ഇവൻ സൈക്കിളിൽ വന്നിട്ട് ചേച്ചിയോട് പറയും, ചേച്ചി എൻ്റെ കൂടെ വരുന്നുണ്ടോ? നീ എന്നെ മറിച്ചിടും, ഞാൻ വരുന്നില്ല, എനിക്ക് പേടിയാന്ന് പറയും. ഞാൻ ഗ്രാമമൊക്കെ കാണിക്കാം, ചേച്ചി വന്നിട്ട് 2 ആഴ്ചയല്ലേ ആയുള്ളൂ. അങ്ങനെ ഒരു സൈക്കിളിൽ കയറി കറങ്ങാണ് കേട്ടോ, ഗ്രാമമൊക്കെ കണ്ടിങ്ങനെ നടക്കുന്നു. രഘു നോക്ക്, ഇവൻ ഹോസ്പിറ്റലിൽ പോയിട്ടില്ലാന്ന് തോന്നുന്നു. ഇവൻ ഇപ്പോഴും അതേപോലെ തന്നെ ഇരിക്കുക, വയ്യാഴികൊന്നും മാറിയിട്ടില്ല. അമ്മ പേടിക്കണ്ട, ഞാൻ ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാം, എന്താ പറ്റിയെന്ന് നോക്കട്ടെ. ശരത്തെ, നീ ആരോഗ്യം ശ്രദ്ധിക്കണം, രാത്രിയിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കാനുള്ളതല്ലേ. ഇത് പറയുമ്പോഴത്തേക്കും ഇവൻ എന്തോ ഒരു സംശയം ഇവർക്കറിയാവോന്ന് തോന്നുന്നു. രഘു ശരത്തിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. പിന്നെ കാണിക്കുന്ന ശരത്തിൻ്റെ റൂമാണ്. അവൻ മരുന്നൊക്കെ മേടിച്ചിട്ട് വന്നു. എനിക്കെന്താണ് പറ്റിയത്? എൻ്റെ കോലം നോക്ക്, ആകെ മെലിഞ്ഞ് തൊലിഞ്ഞല്ലോ. എല്ലാത്തിനും കാരണം ചേച്ചിയാണ്, ചേച്ചിയുടെ സൗന്ദര്യമാണ്. എനിക്ക് എന്നും രാത്രി ഞാൻ എത്ര പിടിച്ച് നിർത്തിയാലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാൻ എന്തൊക്കെയാണ് ഈ കൈകൊണ്ട് ചെയ്തത്? പിന്നെ കാണിക്കുന്നത് രഘു, അമ്മ ശരത്ത്. അമ്മ പറയും, ഇവൻ്റെ കോലം നോക്ക്, രഘുവിൻ്റെ കല്യാണത്തിന് മുമ്പ് ഇവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അമ്മ ഞാൻ ശ്രദ്ധിച്ചു, ഇവൻ എന്തോ പറ്റിയിട്ടുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് തോന്നുന്നതാണ്, എനിക്ക് നല്ല ഹെൽത്ത് ഉണ്ട്. അമ്മ പറയുന്നത് ശരിയാണ്, നിനക്ക് വേറെന്തോ പ്രശ്നമുണ്ട്. എനിക്കറിയാം ഇവൻ്റെ പ്രശ്നം, ഇവൻ രാത്രി ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയൂ, ആർക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഇവൾ പറയും. എടാ ശരത്തെ, നിനക്ക് എങ്ങനെയുണ്ട്? നിൻ്റെ ക്ഷീണമൊക്കെ കുറഞ്ഞു? എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. നിൻ്റെ അസുഖം എന്താണെന്ന് എനിക്കറിയാം, നീ ആദ്യം ആ ഹോളടയ്ക്ക്, അപ്പോൾ തന്നെ നിൻ്റെ അസുഖമെല്ലാം മാറും. ചേച്ചിക്ക് അറിയാവോ? എനിക്കെല്ലാം അറിയാം. ഞാനിവിടെ വന്നു കഴിഞ്ഞുള്ള ആദ്യത്തെ ദിവസം തന്നെ നീ അതിൽ നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. നീ ഇന്ന് തന്നെ ആ ഹോളങ്ങ് അടച്ചേക്ക്. പിന്നെ ചേച്ചി നോക്കുമ്പം ഇവനാണെങ്കിൽ ആ ഹോൾ അടച്ചിട്ടില്ല. അപ്പോഴെന്താ, അവിടെ ചെറിയൊരു ഹോളുണ്ട്, ഇവൻ കണ്ടുകൊണ്ട് ചെയ്യുന്നൊരു ഹോള്. ആ ഹോളിലാണെങ്കിൽ കാരമുള്ളെടുത്ത് വെക്കും. പിന്നെ കാണിക്കുന്ന രഘുവിൻ്റെ റൂമാണ്. ഇന്ന് ഞാൻ കുറേ നേരം കിട്ടുന്ന ഒരു ഗുളിക കഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വാചകം മാത്രമേ ഉള്ളൂ. പിന്നെ ആണെങ്കിൽ ശരത്താണെങ്കിൽ അവിടെ പോയിട്ട്, അപ്പോൾ അവന് പണി കിട്ടി, നല്ല സൂപ്പർ പണി കിട്ടി എന്ന് വെച്ചാൽ സംഭവം പഴമാണെങ്കിൽ മുള്ളുകൊണ്ട് കീറി. അങ്ങനെ ഇവൻ വന്നിരിക്കുകയാണ്. ഇനി അടുത്തെങ്ങാനും ചെയ്താണോ എന്ന് വിചാരിക്കും. പിറ്റേ ദിവസമായിട്ട് അപ്പോൾ അമ്മ വിളിക്കും, ശരത്ത് എവിടെ? അവനെ കണ്ടില്ലല്ലോ എന്ന്. അപ്പോൾ അവനാണെങ്കിൽ ഞൊണ്ടി വരും. നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അവൻ പറയും, എൻ്റെ കാല് ഒന്ന് ഇടിച്ചു എന്ന് പറയും. ഇവൻ എന്നും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വരും. അപ്പോൾ ഇവനാണെങ്കിൽ ഈ ചേച്ചിയെ നോക്കും കേട്ടോ. ചേച്ചിയാണെങ്കിൽ ഇവനെ നോക്കും. പിന്നെ കാണിക്കുന്ന ശരത്തിൻ്റെ റൂമാണ്. ഇവൻ ഒരു രക്ഷയില്ല, ആരോടും പറയാനും പറ്റില്ലല്ലോ. അപ്പോൾ ചേച്ചി പറയും, ഇതിനുള്ള മരുന്ന് എൻ്റെ കയ്യിലുണ്ട്, ഇതാ ഒരു കുപ്പി തേൻ. നീ അനങ്ങാതെ കിടക്കുകയാണെങ്കിൽ ഞാൻ തേൻ പുരട്ടി തരാം എന്ന് പറഞ്ഞിട്ട് പഴമെടുത്ത് തേനങ്ങ് പുരട്ടി കൊടുക്കും. പിന്നെ കാണിക്കുന്നത് രഘുവിനെയാണ്. രഘു പറയും, ഇന്ന് നീ എന്നെ കാത്തിരിക്കണ്ട, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്നോ, ഞാൻ വരാൻ ഒരുപാട് വൈകും. എന്താ കൊണ്ടേന്ന് അറിയാൻ വേണ്ടി ശരത്താണ് അവിടെ പോയി നോക്കും കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ കാരമുള്ളു കിട്ടും. അവന് മനസ്സിലായി ചേച്ചിയുടെ പണിയാണ്. അവൻ ചേച്ചിയുടെ അടുത്ത് നിന്ന് ചോദിക്കും, ചേച്ചി എന്ത് പണിയാണ് കാണിച്ചത്? നീ ആ ഹോൾ അടച്ചില്ലല്ലോ. ഹോൾ അടയ്ക്കാൻ ഞാൻ പറഞ്ഞല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. എന്തായാലും ഇപ്പം മുള്ളിനോട് നീ നന്ദി പറയണം. അതുകൊണ്ടെന്താ, നിൻ്റെ പഴത്തിൽ ഞാൻ തേനിട്ട് തടവിയില്ലേ? ഇന്നെനിക്ക് വയ്യ, നല്ല ക്ഷീണം, ഇന്ന് നല്ല പണിയായിരുന്നു, ഞാൻ കിടക്കട്ടെ. നിങ്ങൾ എന്താണ് പറയുന്നത്? ഒരാഴ്ചയായി എന്തെങ്കിലുമൊക്കെ നടന്നിട്ട്. ഇവന് താല്പര്യമില്ല. അപ്പോൾ ഇവളാണെങ്കിൽ നോക്കുമ്പം മറ്റവൻ ഹോളിലൂടെ നോക്കുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇവൻ്റെ അടുത്തേക്ക് ചെല്ലും കേട്ടോ. എന്നിട്ടാണെങ്കിൽ പഴത്തിലെ തടവും, ഇവൻ എണീക്കും. പിന്നെ ഇവർ തമ്മിൽ സംഭവങ്ങൾ ചെയ്യുകയാണ്.